നടൻ അശോകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അശോകൻ, മലയാള സിനിമയുടെ അമ്മ എന്ന് തന്നെ പറയാം. അമ്മയെ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ അത്രമാത്രം മാതൃഭാവം ഉണ്ടാക്കിയ ഒരു നടിയെ മലയാള സിനിമാ ലോകത്തിൽ നഷ്ടമാകുന്നു. എങ്ങനെ ഓർത്തെടുക്കുന്നു കവിയൂർ പൊന്നമ്മ? ഞാൻ ആദ്യം 84 അത് അഭിനയിക്കുന്നത്. പത്മരാജൻ ചേട്ടന്റെ തിങ്കളാഴ്ച നല്ല ദിവസം സിനിമയിലാണ് അത് ആദ്യമായിട്ട് എൻ്റെ അമ്മൂമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അല്ലാതെ ഒരുപാട് തലമുറയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു വലിയൊരു ഭാഗ്യം, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വരെ കവിയൂർ പൊന്നമ്മ ചേച്ചിയോട് വർക്ക് ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായെന്നാണ് പറയുന്നതാണ് കൂടുതൽ ശരി. ഒരുപാട് തലമുറകൾക്ക് നമ്മുടെ മലയാളത്തിലെ വളരെ ഐശ്വര്യമുള്ള അമ്മമാരിൽ ഒരാളായിരുന്നു. അപ്പൊ അത് ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവും. ഏറ്റവും നല്ല നല്ല സിനിമ, നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും എത്രയോ വർഷങ്ങൾ മുമ്പ് 64 ഒക്കെ എൻ്റെ ഓർമ്മ ഏതാ തോന്നുന്നു, തൊമ്മന്റെ മക്കളും സിനിമകളൊക്കെയാണ് ഞാൻ കണ്ട ഓർമ്മയുള്ളത്. അതിനകത്ത് സത്യൻ, മധു അവരുടെയൊക്കെ, അത് പൊന്നമ്മ ചേച്ചിയേക്കാൾ വളരെ പ്രായത്തിന് മൂത്തവരായിരുന്നു ഇവരൊക്കെ. അന്ന് എനിക്ക് തോന്നുന്നു 22 അത് അത്രയും പോലും വയസ്സ് ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. 20 വയസ്സ് മുമ്പ് ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ സെറ്റിലൊക്കെ പല പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ടായിരുന്നതല്ല. അപ്പൊ അതൊരു ഭാഗ്യമല്ലേ അത് പിന്നെ എത്രയോ നല്ല. ഇന്ന് നമ്മുടെ സിനിമകളിലൊന്നും ഈ അമ്മമാർക്കൊന്നും ഒന്നും വലിയ പ്രാധാന്യമില്ലല്ലോ. ഇന്നത്തെ സിനിമകളിലൊന്നും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഇല്ല, അവർക്കൊരു പ്രാധാന്യമില്ല. അമ്മമാർക്ക് പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്ത അമ്മമാരിൽ ഒരാളായിരുന്നു കവിയൂർ പൊന്നമ്മ. അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അതൊന്നും മറക്കാൻ പറ്റാത്ത ഒരു ആക്ട്രസ് തന്നെയായിരുന്നു, ഒരു സംശയം വേണ്ട. നമ്മുടെ ഐശ്വര്യമായിരുന്നു സിനിമാ ലോകത്ത്. മലയാള സിനിമയുടെയൊക്കെ ഒരു ഐശ്വര്യമായിരുന്നു. അന്ന് നല്ല പടങ്ങൾ, നല്ല കുടുംബ ചിത്രങ്ങളൊക്കെ ഒരുപാട് വന്നതല്ലേ. ഇതുപോലുള്ള ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ കണ്ടു. ഞങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ സാധിച്ചു. അത് ഒരു വലിയ ദൈവാധീനം, ഒരു ഭാഗ്യമായിട്ട് കരുതാണ് ഞാനൊക്കെ. അങ്ങനെയാണ്. നന്ദി ശ്രീ അശോകൻ പ്രതികരിച്ചതിന്. അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രഗത്ഭരായ ഒരുപാട് സംവിധായകരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ PN മേനോൻ, വിൻസെന്റ്, MT വാസുദേവൻ നായർ, രാമു കാര്യാട്ട്, KS സേതുമാധവൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ജോൺ എബ്രഹാം, പത്മരാജൻ, മോഹൻ തുടങ്ങി അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പേരുടെ സിനിമകളിൽ, അവരുടെയൊക്കെ സിനിമകളിൽ ഒരു അവസരം കിട്ടുക, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായി ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് തന്നെ വലിയ അംഗീകാരമാണ്. അല്ലെങ്കിൽ കഴിവുള്ള താരങ്ങളെ വെച്ച് മാത്രം സിനിമകൾ ചെയ്യുന്ന ചലച്ചിത്രകാരന്മാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ സിനിമകളിൽ തുടർച്ചയായി വേഷമിട്ട ഒരു അഭിനേത്രിയാണ് കവിയൂർ പൊന്നമ്മ എന്നത് അവരുടെ അഭിനയത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ പ്രതിഭയുടെ ഒരു കൃത്യമായ നിർസാക്ഷ്യമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആ പ്രഗത്ഭരുടെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ. നേരത്തെ നടൻ അശോകൻ പറഞ്ഞതുപോലെ ഈ തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻ്റെയും മധുവിൻ്റെയും ഒക്കെ അമ്മയെ അഭിനയിക്കുമ്പോൾ 20 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നീട് നമ്മൾ കണ്ട ചിത്രങ്ങൾ അസുരവിത്ത്, വെളുത്ത കത്രീന, ക്രോസ് ബെൽറ്റ്, കരകാണക്കടൽ, തീർത്ഥയാത്ര, നിർമാല്യം, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ചിത്രമാണ് നിർമാല്യം, നെല്ല്, അവളുടെ രാവുകൾ, കൊടിയേറ്റം, ഓപ്പോൾ, കരിമ്പന, തിങ്കളാഴ്ച നല്ല ദിവസം, അതിലാണ് അശോകൻ്റെ കൂടെ ആദ്യമായി അവർ അഭിനയിക്കുന്നത്. ത്രിവേണി, നിഴലാട്ടം, തനിയാവർത്തനം, നഖക്ഷതങ്ങൾ, ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൽ, ഭരതം, സന്താനഗോപാലം, സന്ദേശം, സുഹൃതം, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഈ സിനിമകളുടെയൊക്കെ പേര് പറയുമ്പോൾ നേരത്തെ നടൻ അശോകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ അമ്മ വേഷങ്ങൾക്ക് വലിയ പ്രാധാന്യം മലയാള സിനിമയിൽ ഉണ്ടാവാറില്ല. ചെറിയ വേഷങ്ങൾ ചെയ്താൽ പോലും അത് ശ്രദ്ധിക്കപ്പെടുന്നതാക്കി മാറ്റാനുള്ള കഴിവ് ഉള്ള നടിമാർ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ് കവിയൂർ പൊന്നമ്മ. ഇപ്പോൾ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ കുഞ്ഞു സമയങ്ങളിൽ മാത്രമാണ്, ചെറിയ സമയങ്ങളിൽ മാത്രമാണ് ഈ സ്ക്രീനിലേക്ക് കവിയൂർ പൊന്നമ്മ വന്നതെങ്കിലും അവരുടെ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് ഓർമ്മിക്കപ്പെടുന്നു എന്നതിലാണ് ചോദ്യം. അത് അവരുടെ പ്രതിഭ കൊണ്ടാണ് എന്ന് പറയാതെ വയ്യ. ചെറിയ വേഷങ്ങളിൽ പോലും വളരെ കുറച്ച് മാത്രം ഡയലോഗുകളെ ഉള്ളെങ്കിൽ പോലും ആ കഥാപാത്രങ്ങൾ മികവുറ്റതാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവരിലെ പ്രതിഭ അത്രമാത്രമായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരുപക്ഷെ കിരീടത്തിലും ഒക്കെ നമ്മൾ കണ്ട അമ്മ വേഷം, അതിൽ മകൻ്റെ ഒരു ദുരവസ്ഥയോർത്ത് വിലപിക്കുന്ന അമ്മ, ആ അമ്മയെ പോലെ, അല്ലെങ്കിൽ ആ കഥാപാത്രം മറ്റാരെങ്കിലും വെച്ച് ചെയ്താൽ അതെങ്ങനെയിരിക്കും എന്ന് ആലോചിക്കാൻ കൂടി വയ്യ. അപ്പോൾ അത്രമാത്രം ഭംഗിയായി ചെയ്ത ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ഉണ്ട് കവിയൂർ പൊന്നമ്മയുടേതായി എന്നതാണ് മലയാള സിനിമയിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.